ഈഡൻ റോൺ ഹാവേർഡ് സംവിധാനം ചെയ്ത് ജൂഡ് ലോ, സിഡ്നി സ്വീനി, ആന ഡു ആമസ്, വനസ കെർബി, ഡാനിയൽ ബ്രൂൾ തുടങ്ങിയ ഒരു വമ്പൻ താരനിര അണിനിരന്ന ഈ ഇംഗ്ലീഷ് ഹിസ്റ്റോറിക്കൽ സർവൈവൽ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഇക്വഡോറിലെ ഗാലപ്പഗസിലെ ആളൊഴിഞ്ഞ ഒരു ദ്വീപിൽ 1930കളിൽ കുടിയേറി പാർക്കാനായിട്ട് കുറച്ച് മനുഷ്യരെത്തുന്നതും ശരിക്കും അവിടെ കാടും മൃഗങ്ങളും ഒന്നുമല്ല, കൂടെയുള്ള മനുഷ്യരെ തന്നെയാണ് ഭയപ്പെടേണ്ടതെന്ന് അവർ മനസ്സിലാക്കുന്നതുമാണ് ഈഡൻ എന്ന സിനിമ പറയുന്നത്. ഈ പടം കാണാനുള്ള മെയിൻ കാരണം തന്നെ ഈ സിനിമയുടെ ക്യാമറയ്ക്ക് മുമ്പിലും പിന്നിലും പ്രവർത്തിച്ചവരൊക്കെ പ്രഗത്ഭരാണ് എന്നുള്ളതായിരുന്നു. ഇതിന്റെ സംവിധായകൻ റോൺ ഹാവേർഡ്, അപ്പോളോ 13, എ ബ്യൂട്ടിഫുൾ മൈൻഡ്, ഡാവിൻസി കോഡ്, ഏഞ്ചൽസ് ആൻഡ് ഡീമൻസ്, റഷ് ഉൾപ്പെടെ കിടിലം പടങ്ങളുടെ ഡയറക്ടറാണ്. അഭിനയിച്ച ആൾക്കാരുടെ താരനിര ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എല്ലാം പൊളി അഭിനേതാക്കളാണ്. പടത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹാൻസ് സിമ്മർ ആണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ടെട്രിസ് എന്ന സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതിയ നോവ പിങ്ക് ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ ഇതിന്റെ അണിയറക്കാരെല്ലാം കിടുവായിരുന്നു. മികച്ച ഒരു തുടക്കം, ഗംഭീരമായിട്ടുള്ള ലൊക്കേഷൻ, നിഗൂഢത നിറച്ചുകൊണ്ടുള്ള കഥ പറച്ചിൽ, നല്ല വിഷ്വലുകൾ, നല്ല പെർഫോമൻസുകൾ, എല്ലാറ്റിലുപരി ഇതൊക്കെ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളാണ് എന്നുള്ളത് മറ്റൊരു ബോണസ്. പടത്തിന്റെ ലാസ്റ്റ് ശരിക്കുമുള്ള സംഭവങ്ങളുടെ കുറച്ച് വിഷ്വലുകൾ, യഥാർത്ഥ വിഷ്വലുകൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു ദ്വീപിലേക്ക് താമസിക്കാൻ എത്തിയ ആദ്യത്തെ ആൾക്കാരുടെ കഥയാണിത്. ഇങ്ങനെ പടത്തിന് കുറെ പോസിറ്റീവുകൾ ഉണ്ടായിരുന്നു, എന്നാൽ അതിൻ്റെതായിട്ടുള്ള ചില പോരായ്മകളും ഉണ്ട്. പെർഫോമൻസുകളിൽ എല്ലാവരും മികച്ചതാണ്, പ്രത്യേകിച്ച് ഇതിലെ 3 സ്ത്രീ കഥാപാത്രങ്ങൾ. അതിൽ തന്നെ ആന ഡു ആമസ് കൂട്ടത്തിലെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു റോള് പുള്ളിക്കാരിയാണ് ചെയ്തിരിക്കുന്നത് പറയാം. അതേസമയം സിഡ്നി സ്വീനിയും വനേസ കെർബിയും ക്ലൈമാക്സിൽ തങ്ങളുടെ പെർഫോമൻസിന്റെ കരുത്തും കാണിക്കുന്നുണ്ട്. ശരിക്കും ഇത് സിഡ്നി സ്വീനിയാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയാം. പ്രേക്ഷകരുടെ സിമ്പതി കിട്ടുന്ന വിധത്തിലുള്ള ഒരു കഥാപാത്രമാണ് അത്. പുള്ളിക്കാരി വളരെ പക്വതയാർന്ന പെർഫോമൻസിലൂടെ മികച്ചതാക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ജൂഡ് ലോയുടേത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു ഇതിലെ ഡോക്ടർ ഫ്രെഡറിക് റിട്ടർ. പുള്ളി ഗിടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ബോൾഡ് ആൻഡ് ഡയറിംഗ് ആയിട്ടുള്ള കഥാപാത്രമാണ്. ഡാനിയൽ ബ്രൂളും നൈസായിരുന്നു. അതുപോലെ ടോബി വാലസ്, ഫെലിക്സ് ക്യാമറർ തുടങ്ങിയവരാണ് മറ്റു പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. ഇതിന്റെ ക്യാമറയും വിഷ്വലുകളും മികച്ചതാണ്. ദ്വീപിലെ കുറെ കിടിലൻ ഷോട്ടുകൾ പടത്തിലുണ്ട്. ഏരിയൽ ഷോട്ട്സ് ഒക്കെ നൈസായിരുന്നു. പക്ഷെ ചിലതെല്ലാം ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് എന്ന ഒരു കൃത്രിമത്വം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഹാൻസ് സിമ്മർ ഒരുക്കിയ സ്കോറും പടത്തിന്റെ പോസിറ്റീവ് തന്നെയാണ്. VFX അത്ര മികച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും പ്രഗത്ഭരാണ്, പെർഫോമൻസുകളൊക്കെ നല്ലതാണ്. എങ്കിലും ഇമോഷൻസ് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ്. ഒരു ദ്വീപിലെ അതിജീവനത്തിനായിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും സ്ക്രിപ്റ്റ് ഒരു സർഫസ് ലെവലിലേ പോയിട്ടുള്ളൂ, കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോയിട്ടില്ല എന്ന് തോന്നി. അതുപോലെ റിയൽ സംഭവങ്ങളായതുകൊണ്ട് കഥയിൽ ചേർക്കാവുന്ന ഡ്രാമയ്ക്കൊക്കെ പരിമിതികൾ ഉണ്ടാവും, അത് സത്യമാണ്. പക്ഷെ ഇത്രയും നല്ല കാസ്റ്റും ക്രൂ മെമ്പേഴ്സും ഒക്കെ ഉണ്ടായിട്ടും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നിട്ടും അത് നല്ല രീതിയിൽ കുറച്ചുകൂടി ത്രില്ലിംഗ് ആയിട്ട് ഒരുക്കിയില്ല എന്ന് തോന്നി. അതിനുള്ള സാധ്യതകൾ ഉള്ള ഒരു സിനിമയായിരുന്നു. ആകമൊത്തം ടോട്ടലിൽ ഒരു വൺ ടൈം വാച്ചബിൾ സർവൈവൽ ത്രില്ലറാണ് ഈഡൻ. ഭയങ്കര സംഭവമൊന്നുമല്ല, ഒരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പടം കഴിഞ്ഞ വർഷം ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ച ശേഷം ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് US തിയേറ്ററുകളിൽ റിലീസായത്. അത്ര നല്ല റിപ്പോർട്ടൊന്നും അല്ല പടത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ഡീറ്റെയിലി പടം അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും പതിവ് പോലെ വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് പക്ഷേ കാണാൻ പറ്റും, അത് ഓർക്കുക. 2 മണിക്കൂർ 9 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പടം 18+ ആണ്. ന്യൂഡിറ്റി, സെക്സ് സീൻസ് ഒക്കെ കുറെ ഉണ്ട് പടത്തിൽ. അത് ഓർത്ത് വേണം പടം കാണാനായിട്ട്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.